കൽക്കി 2898 ഒരുപാടധികം പ്രതീക്ഷകളോട് തിയേറ്ററിലേക്ക് കയറിപ്പോയ ഒരു ചിത്രമായിരുന്നു കൽക്കി 2898 എന്ന ചിത്രം. സത്യം പറഞ്ഞാൽ ഈ ചിത്രം എങ്ങനെയുണ്ട്, എന്താണ് ഈ ചിത്രത്തിൽ പറയുന്നത്, ഈ ചിത്രത്തിന്റെ കഥ എന്താണ്, മഹാഭാരതം കഥ അറിയാതെ ഈ സിനിമ കണ്ടാൽ വല്ലോ മനസ്സിലാവും എന്താണ് മഹാഭാരതം എന്നൊക്കെയുള്ള കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ ആണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്ലസ് ഈ സിനിമ ഇന്ന് ഞാൻ കണ്ടിരുന്നു, സോ അതിന്റെ റിവ്യൂ കൂടെ ആയിരിക്കും ഈ ഒരു വീഡിയോ. സോ വീഡിയോ അവസാനം വരെ കാണുക, ഇഷ്ടപ്പെടലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് ആദ്യം നമുക്ക് സിനിമയിൽ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് മഹാഭാരതത്തിലേക്ക് പോവാം. സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ മൈൻഡ് ബ്ലോയിങ് എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. 2021 ഒരു ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ ഒരു ചിത്രം കൂടാണ് കൽക്കി 2898 എന്ന ചിത്രം. കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്റ്റോറി ലൈൻ ആണെങ്കിലും മനസ്സിലാക്കി എടുത്താൽ ഒന്നുമില്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ആണ് കൽക്കി 2898 എന്ന ചിത്രത്തിൽ. വമ്പൻ സ്റ്റാർ കാസ്റ്റും ഈ ഒരു ചിത്രത്തിന്റെ വലിയൊരു പ്രത്യേകത. സോ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്റെ ഹോണസ്റ്റും എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഈ മൂവിയുടെ അഭിപ്രായങ്ങളാണ്. സോ ഓരോ ആൾക്കാർക്കനുസരിച്ച് ഇറ്റ്സ് നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. സിനിമയുടെ ആദ്യത്തെ നെഗറ്റീവ്സിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ വലിയ നെഗറ്റീവുകൾ ഒന്നുമില്ലെങ്കിലും ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് തുടക്കത്തിൽ അനുഭവപ്പെട്ടതായി എനിക്ക് തോന്നി. എനിക്ക് മാത്രമായിരിക്കുമോ ഈ പ്രശ്നമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ തുടക്കത്തിൽ ഒരു ചെറിയ ലാഗ് എനിക്ക് ഫീൽ ചെയ്തു. മാത്രമല്ല ചില കോമഡികൾ ക്രിഞ്ച് ആവുന്നത് പോലെ തോന്നിയിരുന്നു. പ്രത്യേകിച്ച് ബുജിയുടെ കോമഡികൾ ചിലടത്ത് ക്രിഞ്ച് ആവുന്ന പോലെ തോന്നി. മലയാള ഡബ്ബ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഇനി അത് എനിക്ക് മാത്രമാണോ തോന്നിയതെന്നും എനിക്ക്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഫസ്റ്റ് ഹാഫിൽ ചെറിയ ലാഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആ ഒരു എന്നെ കൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫിന്റെ ഇന്റർവെൽ പഞ്ച് ഒരു രക്ഷയില്ലായിരുന്നു എന്ന് പറയാനും എന്നെ കൊണ്ട് മുതിരിപ്പിക്കുന്നുണ്ട്. അതായത് ഈ ഫസ്റ്റ് ഹാഫിന്റെ ഇന്റർവെൽ പഞ്ച് ആ ഒരു പേസിൽ ഫസ്റ്റ് ഹാഫ് ചെറിയൊരു ലാഗിൽ പോകുന്നുണ്ടെങ്കിൽ ഇന്റർവെൽ പഞ്ച് ആവുമ്പോഴത്തേക്കിന് രോമമൊക്കെ എഴുന്നേറ്റിക്കും. അത് എനിക്ക് എങ്ങനെ പറയണം തരത്തില്ല. ഇന്റർവെൽ പഞ്ച് ആവുമ്പോഴത്തേക്കിന് നമുക്കത് മനസ്സിലാവും. ഒരുപാട് സീനുകൾ ഒരുമിച്ച് കൂട്ടിക്കാണിച്ച് പെട്ടെന്നൊരു രോമാഞ്ചം കയറ്റിക്കൊണ്ട് വരുന്ന ഒരു ഫീല് ഈ ഒരു സിനിമയുടെ ഇന്റർവെൽ പഞ്ച്. അതായത് ഇന്റർവെൽ പഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്റർവെല്ലിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു 2 മിനിറ്റുള്ള സീൻ എന്ന് പറയുന്നത് അത് വേറെ ലെവലായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. വേറെ ലെവൽ തന്നെ. ഫൈറ്റ് സീൻ ആണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും എൻ്റെ മോനെ ഒരു രക്ഷയില്ല. വിഷ്വൽസ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മോനെ ഈ സിനിമയുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മഹാഭാരതത്തിലെ ചില വിഷ്വൽസ് കാണിക്കുന്നുണ്ട്. എൻ്റെ പോന്നെ അത് എങ്ങനെ എടുത്തത് എനിക്കറിയില്ല. ആ മഹാഭാരതത്തിൽ ഓരോ സീൻസ് കാണിക്കുമ്പോഴും എനിക്ക് കൈയടിക്കാൻ തോന്നും. കാരണം ഇത് പുള്ളിക്ക് വേണമെങ്കിൽ ഒരു മഹാഭാരതം എടുക്കാം. അതുപോലത്തെ ഒരു എന്താ പറയുന്ന ഒരു വിഷ്വൽ, അത് ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. മഹാഭാരതം എന്ന് പറയുന്ന ആ ഒരു സീൻ കാണിക്കുന്നതെല്ലാം നമുക്ക് ഒരു രോമാഞ്ചം, ഒരു കുളിര് പറയുമ്പോൾ തന്നെ നമുക്കൊരു രോമാഞ്ചം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സീനുകളായിരുന്നു ആ ഒരു മഹാഭാരതത്തിന്റെ സീൻസ് കാണിക്കുമ്പോൾ. മാസീവ് സ്റ്റാർ കാസ്റ്റിനെല്ലാം കൊച്ചു കൊച്ചു ക്യാമിയോ റോൾസ് എന്ന് പറയാനാണെങ്കിലും കൂടുതൽ കിട്ടിയത് അമിതാഭ് ബച്ചനും കമൽഹാസനും തന്നെയാണ്. ദുൽഖർ സൽമാന്റെ സീൻസ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ്, അതുപോലെ അങ്ങനെയാണ് ദുൽഖർ സൽമാന്റെ സീൻസ് പോകുന്നത്. ഇനിയിപ്പോൾ ആക്ട്രസ് ശോഭനയുടെ സംഭവം നോക്കുകയാണെങ്കിൽ ഉണ്ട് മൂവിയിൽ, ബട്ട് ടൈം ഇല്ല, ബട്ട് ഒരു സെക്കൻഡ് ഹാഫ് ഉടനീളം സ്റ്റാർ കാസ്റ്റ് ആണ് ഈ സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയാൻ ഞാൻ ഓൾറെഡി മുമ്പ് മെൻഷൻ ചെയ്തിരുന്നു. രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരുപാട് സീനുകൾ ഈ സിനിമയിലുണ്ട്. നിങ്ങൾ കണ്ട് മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു മൂവിയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആണ്. 3Dയും IMAX ഉണ്ടെങ്കിൽ മാക്സിമം അവിടെ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ കണ്ട തിയേറ്റർ 2D ആയി. റിബൽ സ്റ്റാർ പ്രഭാസനാണ് സ്റ്റെയറിംഗ് എന്ന് പറയുന്നത്. ചില സമയത്ത് നമുക്ക് ഡൗട്ട് തോന്നും, പ്രഭാസിന്റെ കൂടെ നിൽക്കണോ അമിതാഭ് ബച്ചനോടെ നിൽക്കണോ എന്നൊക്കെ തന്നെ നമുക്ക് ഡൗട്ട് അടിച്ചു. സലാർ എന്ന മൂവിയിൽ നിന്ന് കിട്ടിയ ചില നെഗറ്റീവ്സും നമ്മുടെ രാമായണത്തിന്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയ ആദിപുരുഷിൽ നിന്ന് കിട്ടിയ ഒരുപാട് നെഗറ്റീവ്സും ഈ ഒരു ഒറ്റ സിനിമ കൊണ്ട് നമ്മുടെ പ്രഭാസേട്ട നിരത്തി കേട്ടോ. ആക്ച്വലി ഇതൊരു ഫിലിം സീരീസ് ആണെന്ന് തന്നെ ഈ സിനിമയുടെ അവസാനം എഴുതി കാണിക്കുകയാണ്. KCU കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സ്. അതായത് 1-2 പാർട്ടിൽ ഒതുങ്ങില്ല എന്നർത്ഥം ഈ ഒരു സിനിമയ്ക്ക്. മഹാഭാരതമായി ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. മഹാഭാരതത്തിൽ ഒരുപാട് ക്യാരക്ടേഴ്സിനെ ഒരുപാട് ഇവന്റ്സിനെ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഈ സിനിമയ്ക്ക് 1-2 പാർട്ടൊന്നും പോരാ. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ഗുരു തന്നെയാണ്. അശുദ്ധമാവെന്നൊക്കെ പറയുമ്പോൾ തിയേറ്റർ ഇളകി അറിയുന്നതൊക്കെ കേട്ടാ എൻ്റെ മോനെ. അതുപോലെ തന്നെ നമ്മുടെ അമിതാഭ് ബച്ചനും പ്രഭാസും കൂടുതലൊരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട് പടത്തിൽ. എൻ്റെ മോനെ ഒന്നൊരു രക്ഷയില്ല. അതൊക്കെ തിയേറ്ററിൽ തന്നെ കാണണം. അത് ഓരോ സീൻസ് കഴിയുമ്പോഴും അത് ഒരുപാട് ക്രൗഡ്സ് ഒക്കെ ഉള്ള തിയേറ്ററിലാണെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. ഞാൻ പോയ തിയേറ്റർ ഹൗസ്ഫുൾ ആയിരുന്നു. ഫുൾ ക്ലാപ്പ്, കയ്യടി, കൂവൽ എല്ലാം ഉണ്ടായിരുന്നു. മാസായിരുന്നു. സോ ഇതിൽ നിന്ന് കൽക്കി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നി കാണും. സോ കൽക്കി ഈസ് എ മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി. ഇത് 1 പാർട്ടല്ല 2 പാർട്ടല്ല, സിനിമാറ്റിക് സീരീസ് ആണെന്ന് തന്നെ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഒഫീഷ്യലി. സോ ദിസ് മൂവി ഈസ് ജസ്റ്റ് അമേസിങ്. ഒരു കിട്ടിലും പടം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്റ്റാർ വാർസ് അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് മൂവി ഫ്രം ഇന്ത്യ എന്നൊക്കെ നമുക്ക് ഈ ഒരു പടത്തിനെ വിശ്വസിക്കാം. കാരണം അതുപോലത്തെ വിഷ്വൽസ് നമ്മുടെ ഹോളിവുഡ് മൂവീസിൽ സ്റ്റാർ വാർസ് പോലത്തെ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലത്തെ ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് ഫ്യൂച്ചറിലെ വെപ്പൺസും ഒക്കെ നമുക്ക് ഈ ഒരു സിനിമയിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ മലയാളം ഡബ്ബിൽ ഈ പടത്തിലെ കീർത്തി സുരേഷ് ആണ് നമ്മുടെ ബുജി എന്ന് പറയുന്ന ഒരു AI
അസിസ്റ്റന്റിന് ഡബ് ചെയ്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ മൂവി 1000 കോടി അടിക്കുമോ എന്ന് ചോദിച്ചാൽ ലെറ്റ് സി എന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം കാത്തിരുന്ന് കാണുക ഈ പടം എത്രമാത്രം കളക്ട് ചെയ്യുമെന്ന്. അതിനുള്ളതുണ്ട്. 600 crore ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എസ്റ്റിമേറ്റിന്റെ ബഡ്ജറ്റ്. വാട്ട് ആർ യുവർ തോട്ട്സ്? താഴെ കമന്റ് ചെയ്യുക. ഈ പടത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. സോ ഇവിടെ വെച്ച് നമ്മൾ റിവ്യൂ സ്റ്റോപ്പ് ചെയ്ത് ഈ സിനിമയിലെ മഹാഭാരതമായിട്ടുള്ള കണക്ഷൻസ് എന്താണെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആ ഒരു സംഭവത്തിലേക്ക് കിടക്കാം. സോ ബേസിക്കലി ഹിന്ദു പുരാണത്തിൽ വിഷ്ണു എന്ന് പറയുന്ന ദൈവത്തിന് 10 അവതാരമാണുള്ളത്. 10 കൂടുതലുണ്ട്, പക്ഷേ ബേസിക്കലി 10 എന്നാണ് പറയുന്നത്. സോ അത് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, രാമൻ, പരശുരാമൻ, കൃഷ്ണൻ, ബുദ്ധൻ, ബലരാമൻ എന്നൊക്കെ പറയും. പിന്നെ കൽക്കി. സോ ഇങ്ങനെയുള്ള 10 അവതാരങ്ങളാണ് ലോർഡ് വിഷ്ണു എന്ന് പറയുന്ന ദൈവത്തിനുള്ളത്. സോ ലോർഡ് വിഷ്ണുവിൻ്റെ ഒരു അവതാരമായിരുന്നു കൃഷ്ണൻ എന്ന് പറയുന്ന ദൈവം. കൃഷ്ണൻ എന്ന് പറയുന്ന ദൈവം മഹാഭാരതത്തിൽ പാണ്ഡവരുടെ കൂടാണ് നിന്നത്. അപ്പോൾ ആരാണ് ഈ പാണ്ഡവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാണ്ഡവർ ആൻഡ് കൗരവർ എന്ന് പറയുന്ന 2 പേരുണ്ട്. ഹസ്തനപുരിയിലെ ധൃതരാഷ്ട്രൻ എന്ന് പറയുന്ന അന്ധനായ രാജാവിൻ്റെ മക്കളാണ്. 101 പേരിലെ ആൾക്കാരെയാണ് ഈ കൗരവർ എന്ന് പറയുന്നത്. പാണ്ഡവർ പാണ്ഡു എന്ന് പറയുന്ന പുരുവംശത്തിൽ പെടുന്ന ആൾക്കാരാണ്. സോ അവർ ബേസിക്കലി 5 പേരാണ്. പാണ്ഡവരെ പറ്റി നോക്കുമ്പോൾ അത് നമ്മൾ പാണ്ഡവരുടെ കുടുംബത്തെ പറ്റി അറിയണം. സോ അവരുടെ അമ്മയുടെ പേര് കുന്തി ദേവി എന്നാണ്. പക്ഷെ കുന്തി ദേവിക്ക് ഒരു അനുഗ്രഹമുണ്ട്. അതായത് ഏത് ദൈവത്തിന്റെ മനസ്സ് വിചാരിച്ചാലും അവരുടെ ഒരു കുഞ്ഞ് അവർക്കുണ്ടായിരിക്കും. സോ അങ്ങനെ 5 ദൈവങ്ങളിൽ നിന്നുണ്ടായ 5 കുഞ്ഞുങ്ങളാണ് പാണ്ഡവർ എന്ന് പറയുന്നത്. സിനിമയിൽ നമ്മുടെ പാണ്ഡവരിലെ അർജുനൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത് സാക്ഷാൽ വിജയ് ദേവരകൊണ്ടയാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു കുന്തി ദേവി എന്ന് പറഞ്ഞ ദേവിക്ക് മുമ്പ് കർണൻ എന്ന പേരിൽ ഒരു മകൻ കൂടെ ഉണ്ടായിരുന്നു. അന്ന് ആ കർണൻ ഉണ്ടാകുന്ന സമയത്ത് കുന്തിദേവിക്ക് വളരെയധികം ചെറിയ പ്രായമായതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ഒരു വെള്ളത്തിൽ ഒഴുക്കി വിട്ടു, ഒരു നദിയിൽ ഒഴുക്കി വിട്ടു. ആ ഒഴുകിപ്പോയ ആ ഒരു കുഞ്ഞ് കുറച്ച് പാവപ്പെട്ട ആൾക്കാരുടെ അടുത്ത് എത്തുകയും അവിടുന്ന് ആ കൊച്ച് കൗരവരുടെ അടുത്ത് പോയി കൗരവരുടെ കൂടെ ചേരുകയും ചെയ്തു. സോ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡവരുടെ സ്റ്റെപ്പ് ബ്രദർ ആണ് മാത്രമല്ല കർണനായി മൂവിയിൽ വന്നിരിക്കുന്നത് സാക്ഷാൽ പ്രഭാസ് തന്നെയാണ്. സോ അതാണ് പാണ്ഡവർ കൗരവർ. ഇപ്പം നിങ്ങൾക്ക് ഏതാണ്ട് ഒരു പിടി കിട്ടി കാണുമല്ലോ എന്താണ് പാണ്ഡവർ കൗരവരെന്ന്. ഇനി ഈ മൂവിയിലേക്ക് വന്ന കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞ ഒരു ഫാമിലി ക്ലാഷ് ആണ്. പാണ്ഡവരും കൗരവരുമായിട്ടുള്ള ഒരു ഫാമിലി ക്ലാഷ് ആണ് ഈ ഒരു വലിയ മഹാഭാരത കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് നയിച്ചത്. സോ ഈ ഒരു കുരുക്ഷേത്ര യുദ്ധത്തിൽ നമ്മുടെ കൃഷ്ണൻ എന്ന് പറയുന്ന ദൈവം പാണ്ഡവരുടെ കൂടെ നിന്ന് നമ്മുടെ കൗരവരെ തോൽപ്പിക്കാൻ സഹായിച്ചു. ഇനി ഇവിടെ കർണൻ എങ്ങനെയാണ് ഈ പാണ്ഡവർക്കെതിരെ തിരിഞ്ഞെന്ന് നോക്കിക്കഴിഞ്ഞാൽ പാണ്ഡവരുടെ കൂടെ അല്ലായിരുന്നല്ലോ കർണൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കുരുക്ഷേത്ര യുദ്ധത്തിൽ നമ്മളുടെ സ്വന്തം കൗരവരുടെ കൂടെ ആയിരുന്നല്ലോ. സോ ബേസിക്കലി പറഞ്ഞു വരികയാണെങ്കിൽ കർണൻ പാണ്ഡവരുടെ കൂടെ അല്ല മറിച്ച് കൗരവരുടെ കൂടാണ്. ഇനി ഈ അശ്വത്ഥാമാവിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ അശ്വത്ഥാമാവിൻ്റെ അച്ഛനായിട്ടുള്ള ദ്രോണരാണ് ഈ ഒരു കൗരവരെയൊക്കെ ട്രെയിൻ ചെയ്യുന്ന അവരുടെ ഗുരു എന്ന് പറഞ്ഞാൽ. ഈ അശ്വത്ഥാമാവൻ എങ്ങനെ അശ്വത്ഥാമാവൻ എന്ന് പറഞ്ഞ പേര് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി കരയുന്നത് നമ്മുടെ കുതിര കരയുന്നത് പോലെ ആയിരുന്നു. മീൻസ് കുഞ്ഞുനാളിൽ പുള്ളി കരഞ്ഞുകൊണ്ടിരുന്നത് ഈ കുതിര കരയുന്ന പോലെ ആണ്. അതുകൊണ്ടായിരുന്നു അശ്വത്ഥാമാവൻ ഒരു പേര് കിട്ടിയത്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലോർഡ് ശിവ എന്ന് പറഞ്ഞൊരു ദൈവമുണ്ട്. ആ ലോർഡ് ശിവതാരം കൂടാണ് അശ്വത്ഥാമാവൻ എന്നൊക്കെയാണ് പുരാതനങ്ങളിൽ പറയുന്നത്. എന്നാൽ ഈ അശ്വത്ഥാമാവിന് ശിവന്റെ അവതാരമായതുകൊണ്ട് തന്നെ തലയിൽ ചൂടാമണി എന്ന് പറയുന്ന ഒരു രത്നമുണ്ട്. നമ്മളത് കണ്ടാണ്. സോൾ സ്റ്റോൺ അല്ല, അതിൻ്റെ പേര് ചൂടാമണി എന്നാണ്. അതുപോലെ ഈ അശ്വത്ഥാമാവൻ ഒരു അനുഗ്രഹമുള്ള എന്താണെന്ന് വെച്ചാൽ പുള്ളി വിചാരിക്കാതെ പുള്ളി ആർക്കും കൊല്ലാനായിട്ട് സാധിക്കില്ല. അതും ഒരു അനുഗ്രഹം തന്നെയാണ്. മാത്രമല്ല പുള്ളിക്ക് ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാൽ ആറ്റം ബോംബിന്റെ ഇരട്ടി പവറുള്ള ഒരു അസ്ത്രം ഉപയോഗിക്കാനുള്ള റൈറ്റ്സും ഉണ്ട്. ആ അസ്ത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വീഴുന്ന അല്ലെങ്കിൽ അസ്ത്രം വീഴുന്ന ഏത് രാജ്യത്താണോ അവിടെ 10 വർഷം 100 വർഷത്തേക്ക് മഴ പെയ്യില്ല. സോ നിങ്ങൾ കൽക്കി സിനിമയുടെ തുടക്കത്തിൽ കാണുന്നത് ഈ ഒരു മഹാഭാരത യുദ്ധമാണ്. ഈ ഒരു മഹാഭാരത യുദ്ധം കൗരവനും പാണ്ഡവരും തമ്മിൽ നടക്കുന്ന ഒരു യുദ്ധമാണ്. സോ അവരുടെ ഒരു പാർട്ട്, കൗരവരുടെ ഒരു പാർട്ടാണ് ഈ പറയുന്ന അശ്വത്ഥമാവ്. ഈ അശ്വത്ഥമാവാണെങ്കിൽ ഒരു ചെടി എടുത്തിട്ട് നെഞ്ചത്ത് വെച്ച് തുടുത്തു വിടുന്ന ഒരു സീൻ നിങ്ങൾ എല്ലാവരും സിനിമയിൽ കണ്ടായിരിക്കും. സോ അതെന്തായിരുന്നു ചോദിച്ചാൽ അത് ബ്രഹ്മാസ്ത്രമായിരുന്നു. ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ അശ്വത്ഥമാവ് കൃഷ്ണനെടുത്ത് പറഞ്ഞിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രഹ്മാസ്ത്രത്തെ ഉത്തര എന്ന് പറഞ്ഞ അർജുനന്റെ വൈഫിന്റെ ഗർഭത്തിലേക്കാണ് അശ്വത്ഥമാവ് വിട്ടത്. അത്രയും നീചമായിട്ടൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടാണ് നമ്മുടെ കൃഷ്ണൻ നമ്മുടെ അശ്വത്ഥമാവനെ ശപിച്ചത്. അശ്വത്ഥമാവനെ ശപിച്ചത് നീ ചിരഞ്ജീവിയായി നിന്റെ മുറിവ് ഉണങ്ങാതെ നീ ചിരഞ്ജീവിയായി നീ അലയും എന്നാണ് ശപിച്ചത്. ശേഷം ആ ഒരു ബ്രഹ്മാസ്ത്രം ചെന്ന് പതിച്ച ഉത്തരയെ കണ്ട് ആ ഒരു ബ്രഹ്മാസ്ത്രം പിൻവലിച്ച് അവർക്കൊരു പുത്രനുണ്ടായി. നിങ്ങൾ സിനിമയിൽ കൃഷ്ണൻ അശ്വത്ഥമാവനോട് പറയുന്ന മറ്റൊരു കാര്യം കേട്ടതാണ്, ഭൂമിയിൽ ഇനി എന്ന് തിന്മ നടക്കുന്നു അപ്പം ഞാൻ വീണ്ടും ഒരു അവതാരം എടുക്കുമെന്ന്. ബേസിക്കലി ആ ഒരു അവതാരമാണ് ദീപിക പദുക്കോണ്ട വയറ്റിൽ കിടക്കുന്ന കുട്ടി എന്ന് പറയുന്നത്. സോ അതാണ് കൽക്കി. അതുകൊണ്ടാണ് സിനിമയ്ക്ക് കൽക്കി എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ഇട്ടത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ആർക്കും അറിയത്തില്ലായിരുന്നു. സോ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും, ഹിന്ദു മിത്തോളജീസ് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. സോ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ എഡിറ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അശ്വത്ഥമാവ് എന്തിനാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അശ്വത്ഥമാവിന് ആ ഒരു ചിരഞ്ജീവി എന്നുള്ള അത് പുള്ളി അത്രയ്ക്ക് അനുഭവിച്ചു ബേസിക്കലി. സോ ആ ഒരു ശാപത്തിൽ നിന്ന് മോക്ഷം കിട്ടണമെങ്കിൽ കൽക്കി വീണ്ടും ജനിക്കണം. സോ അതുകൊണ്ട് പുള്ളിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് ആ ഒരു കുട്ടിയെ രക്ഷിക്കുക, ആ ഒരു കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് അശ്വത്ഥമാവൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. എന്നാലേ പുള്ളിക്ക് ഈവൻ മരിക്കാനെങ്കിലും പറ്റത്തുള്ളൂ. കാരണം കൃഷ്ണൻ ശപിച്ചു പോയി. അങ്ങനെ മാത്രമല്ല ചൂടാമണി കൃഷ്ണൻ എടുത്തുകൊണ്ട് പോയി. ആ ഒരു ചൂടാമണി ഇരിക്കുന്നതുകൊണ്ടാണ് പുള്ളിക്ക് ബ്രഹ്മാസ്ത്രം യൂസ് ചെയ്യാനും പറ്റുന്നത്. സോ ഇത്രയും
ഒരു നീചനായ ഒരു വ്യക്തിയുടെ കയ്യിൽ ആ ഒരു സംഭവം ഇരുന്ന പുള്ളി ലോകത്തെ തന്നെ തിരിച്ചു വെക്കുമോ കൃഷ്ണൻ അറിയാം. അതാണ് നിങ്ങൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ കൽക്കിയുടെ ഈ ഒരു സ്റ്റോറി ലൈൻ, പിന്നെ കമൽഹാസൻ ആരാണെന്ന് സുപ്രീം യാസിൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, അത് ആരാണെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇവിടെയും ഇങ്ങനൊരു അവതാരത്തെയോ മഹാഭാരതത്തിൽ ഇങ്ങനെ ഒരു ക്യാരക്ടറിനെയോ സുപ്രീം യാസ്കിൻ എന്ന പേരിൽ ഒരു ക്യാരക്ടറിന് ഇതുവരെ കണ്ടിട്ട്. ബേസിക്കലി ആകാശ് എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ ക്രിയേറ്റിവിറ്റിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കാം. മേ ബി കൽക്കിക്ക് ഒരു വില്ലൻ വേണം എന്ന് വിചാരിച്ച് ക്രിയേറ്റ് ചെയ്ത ഒരു വില്ലൻ ആയിരിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഏജ് ഓഫ് അൾട്രോണിന്റെ ലാസ്റ്റിൽ നമ്മുടെ താനോസ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അതുപോലത്തെ സീനായിരുന്നു നമ്മുടെ ആ ഒരു എന്താ പറയുന്നത് കമൽഹാസന്റെ കയ്യിൽ ആ ഒരു കൊച്ചു സിറത്തിന്റെ ഒരു തുള്ളി കിട്ടിയപ്പോൾ തന്നെ പുള്ളി ഹ്യൂമനായി മാറി. അപ്പോൾ ആ ഒരു ഫുൾ സിറം കിട്ടിയായിരുന്നെങ്കിൽ പുള്ളി ഒരു സൂപ്പർ ഹ്യൂമൻ ആയേനെ. സോ അതാണ് ബേസിക്കലി മഹാഭാരതം ഈ പറയുന്ന കൽക്കി എന്ന മൂവി ആയിട്ടുള്ള റെഫറൻസ്. ഒരുപാട് റെഫറൻസും ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആ ഒരു കൽക്കി മൂവിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവം മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് താഴെ കമന്റ്. അപ്പോൾ നമ്മൾ ബേസിക്കലി എന്താണ് അശ്വത്ഥമാവന്റെ ഡ്യൂട്ടീസ്, അല്ലെങ്കിൽ എന്ത് തന്നെയാണ് അശ്വത്ഥമാവ് ആ ഒരു ദീപിക പദക്കോടിനെ പ്രൊട്ടക്ട് ചെയ്തതെന്ന് പറഞ്ഞു. ബേസിക്കലി അത് കൽക്കിയുടെ അവതാരമാണ്. ദൈവം അവതരിച്ചാൽ മാത്രമേ പുള്ളിക്ക് ആ ഒരു ശാപത്തിൽ നിന്ന് രക്ഷ നേടാൻ പറ്റൂ. നിങ്ങൾ സിനിമയെ കണ്ടൊരു കാര്യമായിരിക്കും, പ്രഭാസ് ആ ഒരു വലിയൊരു കമ്പെടുത്തതിന് ശേഷം അതിനകത്തുനിന്ന് പവർ അബ്സോർവ് ചെയ്തിട്ട് അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്ത സമയത്ത് അശ്വത്ഥമാവ് നമ്മുടെ പ്രഭാസിനെ തന്നെ നോക്കുന്നൊരു കാര്യം. ആ സമയത്ത് നമ്മുടെ അശ്വത്ഥമാവ് അല്ലെങ്കിൽ അമിതാഭ് ബച്ചന് മനസ്സിലായി ഈ ഈസ് കർണൻ, അതുകൊണ്ടാണ് മിത്രമേ എന്ന് വിളിച്ചത്. സോ എന്തായിരിക്കും ഈ പറയുന്ന കർണൻ അശ്വത്ഥമാവുമായിട്ടുള്ള ഒരു ബേസിക്കലി അവർ ഫ്രണ്ട്സ് ആണ്. അത് നമ്മുടെ കർണന്റെ ഒരു ഗുരു ആയിരുന്നു ദ്രോണ എന്ന് പറഞ്ഞത്. കർണന്റെ ഒരു ഗുരുവാണ് ദ്രോണ. അപ്പൊ ദ്രോണയുടെ മകനാണ് ഈ പറയുന്ന അശ്വത്ഥമാവ്. സോ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ടാണ് മിത്രമേ എന്ന് വിളിച്ചത്. പക്ഷെ പ്രഭാസൻ അറിയില്ല പുള്ളി കർണന്റെ അവതാരമാണെന്ന്. പക്ഷെ നമ്മുടെ അശ്വത്ഥമാവൻ അറിയാം ഹി ഈസ് ദ അവതാർ. സോ ഈ സിനിമയ്ക്ക് 1-2 പാട്ടല്ലോ, ഇതിൽ കൂടുതൽ പാട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ മഹാഭാരതം എന്ന് പറയുന്ന ഫുൾ സ്റ്റോറി ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. സോ പിന്നെ ചോദിക്കുന്നത് ദുൽഖർ സൽമാൻ ആണെന്ന്. മേ ബി ദുൽഖർ സൽമാൻ ദുര്യോധനാവാൻ ഒരു പ്രോബിലിറ്റി ഉണ്ട്. കൽക്കി മൂവിൽ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ഈ വീഡിയോ ക്ലിയർ ചെയ്ത് വിശ്വസിക്കുന്നു. മാത്രമല്ല മഹാഭാരതം എന്ന് പറഞ്ഞാൽ 1000 എപ്പിസോഡ്സ് നീണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു സീരിയലാണ്, ഒരു ഐതിഹാസിക സീരിയലാണ്. അതിന്റെ ഫുൾ എപ്പിസോഡ്സ് നമുക്കിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. മെയിൻ ഇമൻസ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് പോയതുകൊണ്ടാണ് നിങ്ങൾക്ക് സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു സംഭവങ്ങളുടെ മെയിൻ പോയിന്റ്സ് ഒക്കെയാണ് ഈ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തത്. സോ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് കൽക്കി എന്ന് പറഞ്ഞ സിനിമ കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യാം. നിങ്ങൾക്കല്ലാതെ ഈ വീഡിയോയിലല്ലാതെ വേറെ എന്തെങ്കിലും കാര്യം ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ കമന്റ് ചെയ്യാം. അടുത്ത നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണോ വേണ്ടതെന്നും കൂടി ഈ വീഡിയോ കമന്റ് ബോക്സിൽ ബൈ.